ഹായ് ഫ്രണ്ട്സ്. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ്, സസ്യലോകത്തെ അടുത്തറിയാം. അപ്പോൾ ഇതിൽ വരുന്നത് ബയോളജിയാണ്. ശരിക്കും നമുക്ക് സയൻസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി വരാം, ഫിസിക്സ് വരാം, അതേപോലെ ബയോളജി വരാം. സോ ഈ ഒരു ചാപ്റ്റർ വരുന്നത് ബയോളജി എന്നുള്ള സെഷനിലാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻസും ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്, ഇപ്പോൾ തുടർച്ചയായിട്ട് വരാറുമുണ്ട്. നിങ്ങൾ ക്ലോറോഫിലിൻ്റെയും പ്രകാശ സംശ്ലേഷണത്തിൻ്റെ കാര്യങ്ങളും അതൊക്കെ ചോദിക്കാറുള്ളതാണല്ലോ കോമൺ ആയിട്ട്. അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്, ഇതിൻ്റെയൊക്കെ തുടക്കം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പാഠത്തിൽ നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കേണ്ടത് പ്രകാശ സംശ്ലേഷണം എന്താണെന്നുള്ളതാണ്. പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പോൾ ഇലകൾ സ്വന്തമായിട്ട് ആഹാരം പാചകം ചെയ്യുന്നതിനാണ് നോർമലി നമ്മൾ എന്ത് പറയാം, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മഞ്ഞ കളറിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നതൊക്കെയാണ് ഇതിലെ വായിച്ചു പോകേണ്ട പോയിന്റ്സ് എന്തൊക്കെ എന്നുള്ളതാണ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും സസ്യങ്ങൾ വലിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയാണ്. അടുത്ത പോയിന്റ്, ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലകളിൽ വെച്ചാണ് ആഹാര നിർമ്മാണം നടക്കുന്നത്, ഫസ്റ്റ് ഓർമ്മിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്തത്, ഇലകളിലെ ഹരിതകം എന്ന വർണ്ണ വസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും ഇതിന് ആവശ്യമാണ്. ഇങ്ങനെ ആഹാരം നിർമ്മിക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? ഹരിതകവും വേണം, അതേപോലെ സൂര്യപ്രകാശവും വേണം. അങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിന് ഫലമായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് ഏത്? ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസും ഇതോടൊപ്പം എന്ത് കൂടി ഉണ്ടാവും? ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒന്നിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഒറ്റ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെയും അതേപോലെ ഹരിതകത്തിൻ്റെയും സഹായത്തോടെ സസ്യങ്ങൾ ഗ്ലൂക്കോസും അതേപോലെ ഏതുകൂടി ഉണ്ടാക്കുന്നത്, ഓക്സിജനും കൂടി നിർമ്മിക്കുന്ന പ്രക്രിയക്കാണ് എന്ത് പറയാം, പ്രകാശ സംശ്ലേഷണം എന്ന് പറയാം. അപ്പോൾ അത് ഓർത്തോക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ് മൊത്തത്തിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഏകദേശം എന്തായി, ഈ ടോപ്പിക്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയി, ഈ ഒരു ഭാഗത്ത് പറഞ്ഞ ഈ പേജിൽ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ ജലവും വേണം, പിന്നെന്ത് വേണം, സൂര്യപ്രകാശം വേണം, അതേപോലെ ഹരിതകം വേണം. ഈ 4 കാര്യങ്ങൾ ചേർന്നാലേ പ്രകാശ സംശ്ലേഷണം എന്ത് ചെയ്യും, നടക്കും. അങ്ങനെ നടക്കുന്ന പ്രകാശ സംശ്ലേഷണം നടത്തിയാൽ കിട്ടുന്നതാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൻ്റെ ഒപ്പം ഏതും കൂടി ഉണ്ടാവും, ഓക്സിജനും കൂടി എന്തുണ്ടാവും, അവിടെ രൂപപ്പെടും. അതുകൊണ്ട് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസിനെ പിന്നീട് എന്താക്കിയിട്ട് മാറ്റുമോ, ഇത് അന്നജാക്കിയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അത് ഓർത്തോക്കണേ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. ഇനി സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണിത് സ്വപോഷികൾ. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നതുകൊണ്ട് സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നുണ്ട് സസ്യങ്ങൾ. അപ്പോൾ ഇത് ഓർത്തുക. ഓക്സിജൻ പുറത്ത് വിടുന്നുണ്ടത് എപ്പോഴാണ്, പ്രകാശ സംശ്ലേഷണ സമയത്താണ് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. അത് മറന്നുകൊണ്ട, കാരണം അത് അല്ലാത്ത കേസ് വരുന്നുണ്ട് ഇനി അടുത്ത് നമുക്ക്. ഇനി അടുത്ത പോയിന്റ്, അടുത്ത ഇതിൽ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞാൽ എന്താണ് ആസ്തിരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ, ഇംഗ്ലീഷിൽ സ്റ്റൊമാറ്റ എന്നാണ് പറയുക. എന്താണ് അതെന്ന് പറയുന്നത്, വാതക വിനിമയം നടക്കുന്നത് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് ആസ്തിരന്ധ്രങ്ങൾ. ഓക്കെ, ഞാൻ പറഞ്ഞു പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നുണ്ട്, അതേപോലെ ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നടക്കുന്നത് ഏത് കൂടിയാണ്, ഈ സ്റ്റൊമാറ്റ വഴിയാണ്. വാതക വിനിമയം നടക്കുന്നത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്തിരന്ധ്രം വഴിയാണ്. ഈ സസ്യങ്ങളിൽ ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും എന്താണ്, ഈ സുഷിരങ്ങൾ കൂടി തന്നെയാണ്. ജലബാഷ്പം സസ്യങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഏത് വഴി തന്നെയാണ്, ഈ സുഷിരങ്ങൾ വഴി തന്നെയാണ്. ഏത് സുഷിരങ്ങൾ, ആസ്തിരന്ധ്രങ്ങൾ വഴി. ഇനി നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് ഈ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന ആളെ കുറച്ച് ഡീപ്പായിട്ടൊന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പറയാൻ പോകുന്നത്. എന്താ അടുത്ത പോയിന്റ്, സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഏത്, ഹരിതകം എന്നുള്ളത്. സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അപ്പോൾ ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. അപ്പോൾ ഹരിതകത്തിൻ്റെ ഫംഗ്ഷനാണ് ഈ തന്നിരിക്കുന്നത്. എന്തിനാണ് ഹരിതകം, ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനാണ് ഹരിതകം. ഇനി ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ് ഏറ്റവും കൂടുതൽ ഹരിതകം കൂടുതലുള്ളത്. ഞാൻ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഇലകളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സസ്യങ്ങൾ ആഹാര പാചകം ചെയ്യുന്നത് എവിടെ വെച്ചിട്ട് തന്നെയാണ്, ഇലകളിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ആ പോയിന്റ് ഒന്ന് ഓർത്തോക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചിത്രത്തിൽ കാണാൻ പറ്റും, ഇല പച്ചയല്ലാത്ത പല ടൈപ്പ് ഇലകളും ഉണ്ട് അല്ല, ചിത്രത്തിൽ തന്നെ നോക്ക്, ഒത്തിരി ടൈപ്പ് ഇലകളുണ്ടല്ലോ. ആ ഇലകൾക്കൊക്കെ പച്ച നിറമല്ല. അപ്പോൾ ഹരിതകമല്ലാത്ത വർണ്ണകങ്ങൾ എന്തുണ്ട്, സസ്യങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കളറായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കളർ കൊടുക്കുന്ന ആ വർണ്ണകങ്ങൾക്കൊക്കെ ഓരോ പേരുണ്ട്.
അപ്പോൾ ആ കളർ ഏതാണെന്നോ അത് കൊടുക്കുന്ന വർണ്ണക ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം പഠിച്ചു നോക്കണം. അപ്പോൾ ആദ്യത്താണ് സാന്തോഫിൽ. സാന്തോഫിൽ നോർത്തുക എന്ന വർണ്ണങ്ങളുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും. അപ്പോൾ സാന്തോഫിൽ എന്താണ്? മഞ്ഞ നിറം. അപ്പോൾ സാന്തോഫിൽ എഴുതുക ഇങ്ങനെയാണ്, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സാന്തോഫിൽ യെല്ലോ കളർ, മഞ്ഞ നിറമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ ഓർത്ത് വെക്കാന്ന് അറിയാം? എക്സ് കഴിഞ്ഞിട്ടല്ലേ വൈ വരിക, യെല്ലോയുടെ വൈ. അപ്പോൾ എക്സ് വൈ എന്ന് ഓർത്ത് വെച്ചാൽ സാന്തോഫിൽ യെല്ലോ കളർ എന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് ഓർത്ത് വെക്കും. പിന്നെ ഉള്ളത് മഞ്ഞ നിറത്തിലോ കരോട്ടിൻ ഉള്ളവ ഏത് നിറത്തിലാണ്? ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിൽ. ഏതാണ്? കരോട്ടിൻ. അപ്പോൾ ക്യാരറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ ക്യാരറ്റ് ഓറഞ്ച് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്താൽ കരോട്ടിൻ ഉള്ളത് ഓറഞ്ച് നിറത്തിലാണെന്നുള്ളത് കിട്ടും. ഇനി അതിലെ ലാസ്റ്റാണ് ആന്തോസയാൻ. ആന്തോസയാൻ ഉള്ളത് ഏതാണ്? ചുവപ്പ് കളറിലാണ്. ആന്ത്രോ എന്നൊക്കെ ഓർത്ത് വെച്ചാൽ ആന്ത്രോസൈറ്റ് എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അപ്പോൾ ആന്തോ എന്നുള്ളത് ആന്ധ്രാപ്രദേശ് എന്നൊക്കെ നമ്മൾ കോമൺലി പറയുന്നതാണ്. അപ്പോൾ ആന്തോ അതിൻ്റെ ഒപ്പം 6 കൂടി ചേർത്താൽ ആന്ധ്ര ആയി. അപ്പോൾ റെഡ് എന്നുള്ളത് അവിടെ കിട്ടും. അപ്പോൾ ആന്തോസയാനിൻ എന്ന വർണ്ണ വസ്തു കൊടുക്കുന്ന ഏതാണ്? ഇലകൾ കൊടുക്കുന്ന നിറം ചുവപ്പ് നിറമാണ്. ഇനി ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്നത് എന്താണ്? ഈ വർണ്ണകങ്ങളാണ് നിറം നൽകുന്നത്. അപ്പോൾ ഇലകൾക്ക് മാത്രമല്ല തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നിറം കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. പ്രകാശ സംശ്ലേഷണവും അതുപോലെ ശ്വസനവും. ഈ ശ്വസനം എന്ന് പറയുന്നത് നമ്മൾ ജീവികൾ എങ്ങനെയാണോ ശ്വസിക്കുന്നത് അതേ ഫോർമാറ്റിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ ശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ ജീവികൾ എങ്ങനെയാണ് ശ്വസിക്കുക? സാധാരണ ഓക്സിജൻ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കും. എന്നിട്ട് ശ്വസനം കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. അപ്പോൾ അത് തന്നെയാണ് സസ്യങ്ങൾ ചെയ്യുന്നത്. അത് മറന്നുകൊണ്ട രണ്ടും കോമൺ തന്നെയാണ്. ഈ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന കേസ് വരുന്നത് എപ്പോൾ മാത്രമാണ്? പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് മാത്രമാണ്. അപ്പോൾ ആ പോയിന്റും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു. ഇനി ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും, ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യുന്നുണ്ട്. ഇനി രാത്രിയിൽ പക്ഷെ എന്തായിരുന്നില്ല? പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നില്ല? പുറത്തു വിടുന്നില്ല. രാത്രി നമുക്കറിയാം എന്തുണ്ടാവില്ല? സൂര്യപ്രകാശം ഉണ്ടാവില്ല. അപ്പോൾ പ്രകാശ സംശ്ലേഷണം എന്ത് ചെയ്യില്ല? നടക്കില്ല. അതുകൊണ്ട് തന്നെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നില്ല. ശ്വസനം മാത്രമേ ഉണ്ടാവും. ശ്വസിക്കൽ 24 മണിക്കൂർ ശ്വസിക്കുന്നുണ്ട്. അത് അടുത്ത പോയിന്റായിട്ട് പറയുന്നുണ്ട്. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും പകലും രാത്രിയും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാണ്? പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റ് പ്രകാശ സംരക്ഷണം എന്നുള്ള സംഭവം ഇതുവരെ പറഞ്ഞിട്ടുള്ളതിൽ വരുന്നത്. ഇനി അടുത്തത് ചെറിയൊരു പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ചോദിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല. എന്നാൽ PSC ആയതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഓർക്കിഡേറിയം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം ഓർത്ത് വെക്കണം. അതുപോലെ നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് മരവാഴ. ഓർക്കിഡ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഇത് മരവാഴ. ഈ മരവാഴയ്ക്ക് ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ നോക്കി, മരവാഴ നിങ്ങൾക്കൊരു ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതിൻ്റെ വേര് നടന്നെന്തായിരിക്കും? തടിച്ച വേരായിരിക്കും. അതിൻ്റെ തടിച്ച വേരുകൾ എന്തിനാണെന്ന് വെച്ചാലില്ല, ഇവയ്ക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും എന്ത് ചെയ്യുന്നത്? ഇവയ്ക്ക് വളരാൻ കഴിയുന്നത്. അങ്ങനെ വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. നിങ്ങൾക്ക് മരവാഴ കാണാൻ പറ്റും. വേറെ മരത്തിൻ്റെ മുകളിലേക്കൊക്കെ എന്ത് ചെയ്യും? വലിഞ്ഞു കയറി പോകുന്നതാണ് മരവാഴ. അപ്പോൾ ഇവർ സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിക്കോളും. ഇവർക്ക് എന്ത് വേണം? മറ്റ് സസ്യങ്ങളെ വാസസ്ഥലം താമസിക്കാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യും? മറ്റ് സസ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഇത് എപ്പിഫൈറ്റുകൾ എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത പരാത സസ്യങ്ങൾ എന്താണെന്നുള്ള പറയാനുണ്ട്. പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട 2 ആളുകളാണ്. ഒന്ന് ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണി നിങ്ങൾ നോക്കി, ഇത്തിൽക്കണ്ണി നോക്കി ഇവിടെ കാണാം. ഇത്തിൽക്കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ഇവ ആതിഥേയ സസ്യത്തിൽ നിന്നാണ് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് എല്ലാം എടുക്കുന്നില്ല, ജലവും ലവണങ്ങളും മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇവ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത വേറൊരാളുണ്ട്, മൂടില്ലാത്ത ആളി. ഓക്കെ, മൂടില്ലാത്ത ആളി എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ആയിട്ട് ആഹാരം തന്നെയാണ് വലിച്ചെടുക്കുന്നത്. അത് ഞാൻ അടുത്തൊരു കേസ് എത്തുമ്പോൾ ഒന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവയൊന്നും സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല ഈ മൂടില്ലാത്ത ആൾ. ഇതേപോലെ തന്നെയുള്ള ആൾ തന്നെയാണ് ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യം ഏത്? ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് മറ്റ് സസ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വളരുന്നതാണ്. അതിനെ പരാത സസ്യങ്ങൾ എന്നാണ് പറയുക. ആ പരാത സസ്യങ്ങളിൽ പെടുന്നതാണ് ഏത്? ഈ റഫ്ലേഷ്യം. സോ അടുത്ത എന്താണ്? പരാത സസ്യങ്ങളിൽ എന്തൊക്കെ 2 വിഭാഗമുണ്ട് പരാഗസസ്യങ്ങളിൽ. അതായത് അർദ്ധപരാഗവും ഉണ്ട്, അതേപോലെ പൂർണ്ണപരാഗവും ഉണ്ട്. അർദ്ധപരാഗം എന്ന് വെച്ചാൽ എന്താ? ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും ഇവർ തന്നെ വലിച്ചെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇലകളുടെ സഹായത്തോടെ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കും. അങ്ങനെ ഉള്ള സസ്യങ്ങളാണ് ഇത്? അർദ്ധപരാഗങ്ങൾ. അതിൻ്റെ എക്സാമ്പിളാണ് ഇത്തിൽക്കണ്ണി. ഓക്കെ, ഇത്തിൽക്കണ്ണി അർദ്ധപരാഗമാണ്.
ഇനി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് ഇത് പൂർണ്ണ പരാതങ്ങൾ. അവ ജലവും ലവണം മാത്രമല്ല എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് ആഹാരം അങ്ങനെ തന്നെ വലിച്ചെടുക്കും. അപ്പോൾ അതുപോലത്തെ ടൈപ്പാണ് ഇത് മൂടില്ലാത്താളി, അതിനൊരു എക്സാമ്പിളാണ്. ഈ അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആതിഥേയ സസ്യത്തിന് എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വലിച്ചെടുക്കുന്നുണ്ടല്ലോ. അർദ്ധപരാതാണെങ്കിൽ ജലവും ലവണം വലിച്ചെടുക്കും, പൂർണ്ണപരാതാണെങ്കിൽ ആഹാരം മൊത്തത്തിൽ വലിച്ചെടുക്കും. അപ്പോൾ എങ്ങനെയായാലും എന്താണ്, ഈ ആതിഥേയ സസ്യത്തിന് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന ജീവികളുണ്ട്. അതിനെ വിളിക്കുന്ന, ആ സസ്യങ്ങൾ വിളിക്കുന്ന പേരാണ് ശവോപജീവികൾ അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് എന്ന് പറയും. അതിനൊരു എക്സാമ്പിളാണ് ഇത് പൂപ്പലുകൾ. പൂപ്പലുകൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നിയോട്ടിയും അതേപോലെ മോണോട്രോപ്പിയൊക്കെ എന്താണ്, ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന ജീവികളാണ്. അപ്പോൾ പൂപ്പലുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു എന്താണ്, ശവോപജീവിയാണ് അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് ആണ്. പക്ഷെ പൂപ്പലുകൾ സസ്യ വിഭാഗത്തിൽ പെടുന്നതല്ല കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ, അത് ഫംഗസ് ആണ്. അപ്പോൾ റൊട്ടിയിലും അച്ചാറിലും ഒക്കെ വളരുന്ന പൂപ്പലുകളെല്ലാം ശവോപജീവികളാണ്. പൂപ്പലുകൾ പക്ഷേ എന്തല്ല, സസ്യ വിഭാഗത്തിൽ പെടുന്നവ അല്ല. ഇനി അടുത്ത താങ്ങ് കൊടുക്കാം, പന്തലിടാം. അടുത്ത ഇതിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, കുറച്ച് ടൈപ്പ് വേരുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നോക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുരുമുളക് നോക്കുക, അതേപോലെ പടവലുണ്ട്, പാവലുണ്ട്, മേന്തോന്നി എന്നുള്ള ഗ്ലോറിയോസ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാം, മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലമായിട്ടുള്ള കാണ്ടമുള്ള സസ്യങ്ങളാണ് ആരോഹികൾ. ഓക്കെ, അങ്ങനെ താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനാണ് ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രധാനങ്ങൾ. സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ വിളിക്കുന്ന പേരാണ് പ്രധാനങ്ങൾ. അപ്പോൾ ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് കുരുമുളക്, പാവല്, പടവലം എന്നിവയെല്ലാം എന്താണ്, ആരോഹികളാണ്. ആരോഹികൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ തണ്ടില്ലേ, കാണ്ഡം വളരെ ദുർബലമായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ സ്പ്രിങ് പോലുള്ള അവരുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രധാനങ്ങൾ കേട്ടോ. പ്രധാനം പറഞ്ഞത് സ്പ്രിങ് പോലുള്ള അവ പിടിച്ചു കയറാൻ പറ്റുന്ന ആ ഒരു ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ. ഇവ ഉപയോഗിച്ചിട്ടാണ് മറ്റ് സസ്യങ്ങളിലേക്ക് എന്ത് ചെയ്യുക, കയറും, താങ്ങിപ്പിടിക്കുന്നത്, മറ്റ് ഭാഗങ്ങളിലേക്ക് താങ്ങിപ്പിടിച്ച് വളരുന്നത്. അപ്പോൾ അങ്ങനെ കയറുന്ന ഇതിനെ വിളിക്കുന്നതാണ് ആരോഹികൾ. എക്സാമ്പിൾ പഠിക്കണേ, ആരോഹികൾക്കുള്ള എക്സാമ്പിളാണ് കുരുമുളക്, പടവലും, പാവലൊക്കെ ആരോഹികൾക്കുള്ള എക്സാമ്പിളാണ്. ഇനി അടുത്ത ഇഴവള്ളികൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കിട്ടും. നിലത്ത് പടർന്ന് വളരുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളാണിത്, ഇഴവള്ളികൾ. അത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. സ്ട്രോബെറി നോക്കി, നിലത്ത് കൂടി ഇങ്ങനെ പോവാണ്, പക്ഷേ കാണ്ഡം ദുർബലമാണ്. അപ്പോൾ ആ ടൈപ്പാണ് ഏത്, ഇഴവള്ളികൾ. അപ്പോൾ മധുരക്കിഴങ്ങും, കൊടങ്ങൽ, സ്ട്രോബെറി ഇവയൊക്കെ എന്താണ്, ഇഴവള്ളികളിൽ പെട്ടതാണ്. ഇഴവള്ളികൾക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണ്, ഇതിൽ പ്രധാനങ്ങളോ പറ്റുപേരുകളോ ഇല്ല. പ്രധാനങ്ങളോ പറ്റുപേരുകളൊക്കെ ഏതിലായിരുന്നു, ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആരോഹികളിലാണ് ഉണ്ടായിരുന്നത്. ഈ ആരോഹികളിലാണ് എന്ത്, പ്രധാനങ്ങളും അതേപോലെ പറ്റുപേരുകളും ഉള്ളത്. ഇത് ഇഴവള്ളികളിൽ അത് രണ്ടും ഇല്ല. ഇനി വേരിൽ വൈവിധ്യത്തിനനുസരിച്ച് രണ്ട് ആളുകൾ പഠിക്കാനുണ്ട്. എന്താണ്, താങ്ങുവേരും അതേപോലെ പൊയ്ക്കാൽ വേരും. രണ്ട് ടൈപ്പ് വേരുകളാണ്. രണ്ട് ടൈപ്പ് വേരുകൾ ഏതൊക്കെയാണ്, താങ്ങുവേരും പൊയ്ക്കാൽ വേരും. അപ്പോൾ എന്താണെന്ന് അടുത്ത പറയാൻ പോകുന്നത്, ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല, എന്താണ്, ചെടികളെ താങ്ങി നിർത്താനും ഈ വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സോ മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളെയാണ് എന്ത് വിളിക്കുന്നത്, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളെന്ന് വിളിക്കുന്നത്. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് ഏത്, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. അപ്പം പൊയ്ക്കാൽ വേരും താങ്ങുവേരും എവിടെയാണ് ഉണ്ടാവുക, മണ്ണിന് മുകളിലാണ് ഉണ്ടാവും കേട്ടോ, അത് മറന്നുകൊണ്ട, അതൊരു ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്. ഇനി പേരാലിൽ കാണുന്ന താങ്ങുവേരുകളാണ്, പേരാലിൽ കാണപ്പെടുന്നത് താങ്ങുവേരുകളാണ്. അപ്പോൾ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, താഴേക്ക് വളരും. അപ്പോൾ താങ്ങുവേര് താഴോട്ട്, താഴോട്ട്, അങ്ങനെ തന്നെ ഓർത്ത് നോക്കണേ, താങ്ങുവേര് താഴോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പേരാൽ നോക്കി, പേരാലിൻ്റെ ഈ പേരാലിൻ്റെ താഴോട്ട് വളർന്നു നിൽക്കുന്ന ഇതൊക്കെ എന്താ, ഇതൊക്കെ താങ്ങുവേരിനുള്ള എക്സാമ്പിളാണ്. എന്നാൽ കൈതയിലെ വേരുകൾ തണ്ടിൽ നിന്നാണ് വേരെന്ത് ചെയ്യുന്നത്, താഴേക്ക് വളരുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആറ്റുകൈത കാണാൻ പറ്റും. ആറ്റുകൈത നോക്കിയാൽ ഇത് തണ്ടിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്, തണ്ടിൽ നിന്ന് താഴോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ തണ്ടിൽ നിന്ന് താഴോട്ട് പോകുന്ന ഈ ടൈപ്പ് വേരുകളാണ് ഇത്, ഇത്തരം വേരുകളെയാണ് എന്ത് വിളിക്കുന്നത്, പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്, പൊയ്ക്കാൽ വേരുകൾ. ഇനി കണ്ടൽ ചെടി കേസാണ് പറയുന്നത്. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്ത്, കണ്ടൽ ചെടികൾ. ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. അപ്പോൾ ഇവിടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്ന് എന്ത് ചെയ്യും, നിൽക്കും. ഇവിടെ വേരിൻ്റെ അറ്റം ഇതാ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ വേരിൻ്റെ അറ്റം എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ വളർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നില്ല. സോ വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ എന്ത് വിളിക്കും, ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ വാതക വിനിമയത്തിനാണ് ഇങ്ങനെ ഉള്ള ഇത് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തിന് മുകളിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരുകളാണ് ശ്വസന വേര് അല്ലെങ്കിൽ ന്യൂമാറ്റോഫോർ. ഇപ്പോൾ ന്യൂമാറ്റോഫോർ ശ്വസന വേര് കാണപ്പെടുന്ന എവിടെയാണ്, കണ്ടൽ ചെടികളിലാണ്. കണ്ടൽ ചെടി കാണപ്പെടുന്ന എവിടെയാണ്, ചതുപ്പ് നിലങ്ങളിലാണ്. ആ പോയിന്റ് ഓർത്തോ. ഇനി ജസ്റ്റ് കുറച്ച് കഴിയാൻ കേട്ടോ.
ഇനി അടുത്ത എന്താണ് സംഭരണ വേര് എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം വേരിലാണ് ഈ മരച്ചീനി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് മരച്ചീനിയാണ്. മരച്ചീനി ആഹാരം സംഭരിച്ച് വെക്കുന്നത് വേരിലാണ്. അപ്പോൾ ഇങ്ങനെ ആഹാരം സംഭരിച്ച് വേരിൽ വെക്കുന്ന വേരിനെ വിളിക്കുന്ന പേരാണ് ഇത് സംഭരണ വേര്. എന്നാൽ എല്ലാ കിഴങ്ങും സംഭരണ വേരല്ല. നിങ്ങൾ ഉരുളക്കിഴങ്ങ് നോക്കിയേ, ഉരുളക്കിഴങ്ങ് എന്നുള്ളത് എന്താണെന്ന് അറിയോ? രൂപാന്തരം പ്രാപിച്ച കാണ്ടാണ് ഉരുളക്കിഴങ്ങായിട്ട് മാറുന്നത്. അതെന്തല്ല, വേരല്ല, അപ്പോൾ കാണ്ടാണ്. അപ്പോൾ മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ടങ്ങളെ വിളിക്കുന്ന പേരാണ് ഭൂകാണ്ഡങ്ങൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് വിളിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു ഭൂകാണ്ഡത്തിന് എക്സാമ്പിളാണ്, മരച്ചീനി ഒരു സംഭരണ വേരിന് എക്സാമ്പിളാണ്. അത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. അത് നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കും. ഇനി അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഫോട്ടോസിന്തസിസും ഞാൻ പറഞ്ഞില്ല വർണ്ണകങ്ങളൊക്കെ എന്താണ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട്. നമുക്ക് ഇനി എന്തായാലും അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ് ജീവജലം എന്നുള്ള ചാപ്റ്റർ നോക്കാം അടുത്തൊരു ടോപ്പിക്കിലായിട്ട്. ഓക്കെ, ബൈ.